നമസ്കാരം എല്ലാവർക്കും അൺബോക്സിംഗ് മച്ചാൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു റിവ്യൂ ആണ്. ആൻഡ്രോയിഡ് 12 എന്ന് പറയുന്ന ഒരു പുതിയ അപ്ഡേറ്റിൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആൻഡ്രോയിഡ് 12ൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നുള്ളതൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. സോ നമുക്ക് അതിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ആദ്യം എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആൻഡ്രോയിഡ് 12ൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയ ഒരു മെറ്റീരിയൽ ഡിസൈൻ തന്നെയാണ്. മെറ്റീരിയൽ യു ഡിസൈൻ ആണ് ഗൂഗിൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആനിമേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഇതിൻ്റെ ആദ്യം എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ആനിമേഷനോട് കൂടെ ഒരു പുതിയൊരു ഡിസൈൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അതിലോട്ട് വരാം. ആദ്യം എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കാര്യങ്ങളോട്ട് നമുക്ക് വരാം. ഇങ്ങനെയൊക്കെയാണ് പുറത്തുനിന്ന് കാണുന്നത്. കുറച്ച് ചേഞ്ച്, ഒരു ആനിമേഷൻ വന്നു. ലോക്ക് സ്ക്രീൻ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആനിമേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൊത്തത്തിൽ നമുക്കിതിനെ മൂന്നായിട്ട് വേണമെങ്കിൽ വിഭജിക്കാൻ പറ്റും. ആദ്യം എടുത്തു പറയേണ്ട കാര്യം, പുറമേയുള്ള കാര്യങ്ങളാണ് ആദ്യം എടുത്തു പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം എടുത്തു പറയേണ്ട ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പുതിയൊരു ലുക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ യു ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2014 തൊട്ട് ഗൂഗിൾ ക്രമേണ എല്ലാം ചെറിയ രീതിയിൽ മൊബൈൽ ഫോണിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്നിരുന്നു. അതായത് ഡെവലപ്പേഴ്സിന് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ഇൻട്രാക്ഷൻ വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം ഡിസൈൻ തന്നെയാണ് ഗൂഗിൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലങ്ങളിൽ ആൻഡ്രോയിഡ് 12 ആയിരിക്കും ഫ്യൂച്ചർ എന്നെനിക്ക് തോന്നുന്നു. സോ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരാം. ആദ്യം എടുത്ത് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ടൈമും കാര്യങ്ങളും ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇവിടെ കൊടുക്കുന്ന ടൈമിൻ്റെ കുറച്ച്, അതിൻ്റെ ഐക്കോൺസ്, അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻസ്, ഇതൊക്കെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ പുറമേ നിൽക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അകത്തോട്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പോകാം. ശരിക്കും ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആനിമേഷൻ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേറ്റ വന്നതിന് ശേഷം ഇപ്പോഴും ഇതിൻ്റെ ഒഫീഷ്യൽ വെർഷനും ഗൂഗിൾ പിക്സലിലോട്ട് വന്ന സമയത്ത്, ഗൂഗിൾ പിക്സലിൻ്റെ എല്ലാ ഡിവൈസസിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് വേറെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഇനി അതിലോട്ട് വരാം. ഇനി നമുക്ക് എടുത്തു പറയേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ ചേഞ്ചിലോട്ട് നമുക്ക് വരാം. കുറച്ച് മെയിൻ ചേഞ്ചസ് ഉണ്ട്, നമുക്ക് അതിലോട്ട് വരാം. അത് ആദ്യത്തെ എന്ന് പറയുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡാണ് ഞാൻ എടുത്തു പറയേണ്ട കാര്യം. നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് കാണുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ മുമ്പത്തെ ഇതിൽ നിന്ന് മാറി ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. അതായത് ഏകദേശം 4 മെയിൻ കൺട്രോൾ ടോഗിൾസ് ആണ് ഇവിടെ കാണുന്നത്. സാധാരണ മുമ്പത്തെ വേർഷനിൽ ഇങ്ങനെയല്ല, നമുക്കൊരു പരന്ന രീതിയിൽ നമുക്കൊരു 6 ടോഗിൾസ് നമുക്കവിടെ കാണും. 6ൽ കൂടുതൽ ടോഗിൾസ് അവിടെ കാണും. ഇപ്പോൾ 4 ടോഗിൾസാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. ഇതുപോലെ ഇൻ്റർനെറ്റ്, ബ്ലൂടൂത്ത്, ഫ്ലാഷ് ലൈറ്റ്, ഡു നോട്ട് ഡിസ്റ്റർബ് ഒക്കെയാണ്. ഇനിയും നമുക്ക് കൂടുതൽ ആക്സസ് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്വൈപ്പ് താഴേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആക്സസിലോട്ട് പോകാൻ പറ്റും. ഇതൊക്കെയാണ് കൺട്രോൾ ടോഗിൾസിൻ്റെ അകത്ത് കാണുന്നത്. നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ ടോഗിൾസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇത്. ഇനി നമുക്ക് സ്വൈപ്പ് ടു ദ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്ഷൻസിലോട്ട് വരാൻ പറ്റും. ഇവിടെ മൈക്ക് ആക്സസ്, അതുപോലെ തന്നെ ക്യാമറ ആക്സസ് എന്നുള്ള നിങ്ങൾ കണ്ടു കാണും. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്താണ് എന്ന് പറയുന്നത്. ശരിക്കും ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് 12 ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രൈവസിക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അതൊരു വലിയൊരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഐഫോണിന് ശേഷം പക്ഷേ പ്രൈവസിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് ഗൂഗിൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ്റർനെറ്റ്, ബ്ലൂടൂത്ത് ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾ ഇതിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ടോഗിൾസിൻ്റെയും വലിപ്പം നമുക്ക് കാണാൻ പറ്റും. വളരെ വലിയ രീതിയിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ താഴെ കാണുന്ന 3 ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒന്ന് സെറ്റിംഗ്സ് ഐക്കോണാണ്. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിംഗ്സിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിലോട്ട് ഒന്നുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കാണുന്നത്, നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് പവർ ഓഫ്, എമർജൻസി, റീസ്റ്റാർട്ടാണ്. മുമ്പത്തെ വേർഷനിൽ ഇങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഇത് വേറെ തന്നെ രീതിയിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതെനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പമാണ്. ഒരു പുതിയ രീതി തന്നെയാണ്. ഒരു റെക്ടാങ്കിളിൻ്റെ അകത്ത് 3 ബബിൾസ് കൊണ്ടുവന്നിട്ട് വെച്ച പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു പോകണമെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും ആഡ് ചെയ്യണം. നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ആദ്യം എടുത്ത് നോക്കുമ്പോഴേ നമ്മളെല്ലാവരും ചെക്ക് ചെയ്യുന്ന പോലെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൻ്റെ അകത്ത് ഇതൊക്കെയാണ് ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ എടുത്തു പറയേണ്ട മറ്റു കുറച്ച് കാര്യത്തിലോട്ട് നമുക്ക് വരാം.
ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്യൂരിറ്റിക്കാണ് ഇവർ അല്ലെങ്കിൽ പ്രൈവസിക്കാണ് ഇവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിനു മുമ്പ് ആൻഡ്രോയിഡിൻ്റെ ഞാൻ പറഞ്ഞു ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മൊത്തത്തിൽ ആൻഡ്രോയിഡ് ഇതുവരെയുള്ളതിൽ നിന്ന് മാറി ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ചാണ് കൊണ്ടുവരിക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ജറ്റ്സിൻ്റെ കാര്യങ്ങളിലോട്ട് നമുക്ക് വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ വിഡ്ജറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ടാപ്പ് ഓൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്ജറ്റ്സ് യൂഷ്വലി ഉള്ള പോലെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ വിഡ്ജറ്റ്സിലോട്ട് നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വിഡ്ജറ്റ്സിനെയും ശരിക്കും പറഞ്ഞാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. അതായത് വിഡ്ജറ്റ് എന്താ പറയുക ഡിറ്റക്ടർ എന്ന് വേണമെങ്കിൽ പോലെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഓരോ വിഡ്ജറ്റ്സ് എങ്ങനെയായിരിക്കും. നിങ്ങൾ ഇപ്പം കലണ്ടർ എടുത്ത് നോക്കിയാണ് കലണ്ടർ ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ക്രോം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോം ഇങ്ങനെയാണ് കാണുന്നത്. ക്ലോക്ക് ഇങ്ങനെയാണെന്നുള്ള ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് ഇവിടുന്ന് നിന്ന് തന്നെ എങ്ങനെ നമ്മൾ വിഡ്ജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വിഡ്ജറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ജിമെയിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് കുറച്ചും കൂടി എനിക്കിത് വളരെ നന്നായിട്ടൊരു ഫീൽ ചെയ്തു. കാരണം ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു വേറെ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് വിഡ്ജറ്റ്സിൻ്റെ കാര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ ഇത് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം, നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആദ്യം വിഡ്ജറ്റ്സിലോട്ട് വരുമ്പോൾ ഒരു മെയിൻ ചേഞ്ച് വിഡ്ജറ്റ്സിൽ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രൈവസി ഡാഷ്ബോർഡ് സെറ്റിങ്സിലും അതുകൂടാതെ പ്രൈവസി ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതെന്നുള്ളത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന്. സോ നമുക്കതിൽ ഒന്നും കൂടി പോവാം. സോ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ടു ദ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസാണ്. മൈക്ക് ആക്സസ് ആസ് വെൽ ആസ് ക്യാമറ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പ്രൈവസിയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ക്യാമറ ആക്സസിനെ ഇപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന പോലെ. ഇനി ഞാൻ തിരിച്ച് നേരെ ക്യാമറയിലോട്ട് പോയി ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന പോലെ അൺബ്ലോക്ക് ഡിവൈസ് ക്യാമറ. അതായത് ഞാൻ പെർമിഷൻ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാമറയുടെ പെർമിഷൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു. ഞാനിവിടെ അൺബ്ലോക്ക് ചെയ്താൽ മാത്രമേ എനിക്കിത് ഫോട്ടോസോ വീഡിയോസോ അതുപോലത്തെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഞാനിത് അൺബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ അൺബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പക്ഷേ തിരിച്ചു പോയി നമ്മളിത് പെർമിഷൻ കൊടുക്കുകയാണ്. നമുക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇവിടെ മേലെ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഇവിടെ മേലെ ഒരു ഐക്കൺ കാണാൻ പറ്റും. നിങ്ങളിത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ പറ്റും. ഇത് നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബീങ് യൂസ്ഡ് ബൈ ക്യാമറ എന്ന് പറയുന്നൊരു നോട്ടിഫിക്കേഷനാണ് ശരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് ഇമ്പോർട്ടൻസ് പ്രൈവസിക്ക് കൊടുത്തുകൊണ്ടാണ് ഗൂഗിൾ 12 ആൻഡ്രോയിഡ് 12 വന്നിരിക്കുന്നത്. അതുപോലെ സെയിം വേ തന്നെയാണ് നമുക്കിനി തിരിച്ച് നമ്മൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ പോയിട്ട് നമ്മൾ മൈക്കിൻ്റെ ആക്സസ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും മൈക്ക് ആക്സസ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വോയിസ് റെക്കോർഡിൻ്റെ അകത്ത് പോകുമ്പോഴേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വന്നു, മൈക്കിൻ്റെ ഓപ്ഷൻ വന്നു. അതായത് നമ്മൾ അത് മൈക്കിൻ്റെ ഈ പറയുന്ന റീസെൻ്റ്ലി യൂസ്ഡ് ബൈ ക്യാമറ എന്ന് പറയുന്നത് ബീങ് യൂസ്ഡ് ബൈ വോയിസ് റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ അതായത് നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നവർ കാണിച്ചിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രൈവസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരെടുത്ത് കാണിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. സോ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാകും. കാരണം പ്രൈവസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ നമുക്കിതും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ഷെയ്ഡിലൂടെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത് നമുക്ക് സെറ്റിങ്സിലോട്ട് പോകാം. സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് ഇതൊക്കെയാണുള്ളത്. നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻസ് ഒരു രീതിയിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഐക്കൺസിൻ്റെ സൈസിലാണെങ്കിലും അതുപോലെ തന്നെ കണക്റ്റഡ് ഡിവൈസസിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ കാണാം വേറെ തന്നെ ഒരു പാറ്റേണിലാണ് സംഭവങ്ങൾ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് കണക്റ്റഡ് ഡിവൈസസിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റു പല നമുക്ക് ബാറ്ററി നോട്ടിഫിക്കേഷൻസ് എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള എല്ലാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചസ്, അത് ഈവൻ ഐക്കൺസിൻ്റെ വലിപ്പത്തിലും സൈസിൻ്റെ കാര്യത്തിൽ പോലും എല്ലാ രീതിയിലും ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. സോ നമുക്കിവിടെ കാണാം വാൾപേപ്പർ ഇതൊക്കെയാണ് കൊടുത്തത്. താഴെ കുറച്ച് ക്വസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസിക് കളേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കളേഴ്സിൽ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ചേഞ്ച് നിങ്ങൾക്കിവിടെ UI കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാണ് കാലണ്ടർ നമ്മുടെ ടൈമിൻ്റെ ക്ലോക്കിൻ്റെ അകത്തും എല്ലാ രീതിയിലും ഒരു ചേഞ്ച് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വാൾപേപ്പേഴ്സിൻ്റെ കളർ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് ഞാൻ കാണിച്ചുതരാം. തിരിച്ച് നമുക്കതിനനുസരിച്ച് മാറുകയാണ്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും
ഈ പറഞ്ഞ മെറ്റീരിയൽ അതിനനുസരിച്ച് സ്യൂട്ടായി ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് വാൾപേപ്പേഴ്സിൻ്റെ അകത്ത്. ഒരുപാട് വാൾപേപ്പേഴ്സ് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണം സെറ്റ് ചെയ്യാൻ പറ്റും. അത് വാൾപേപ്പേഴ്സിൻ്റെ രീതിയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ആദ്യം എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് വാൾപേപ്പർ ബേസിക് കളേഴ്സിൽ വന്നിരിക്കുന്ന ചേഞ്ച്, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. നമുക്ക് അതിൻ്റെ വാൾപേപ്പറിൻ്റെ അകത്തും ഗ്രിഡ് സൈസും സ്റ്റൈലും എല്ലാം ഒന്നിച്ച് ചേഞ്ച് ചെയ്യുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രൈവസിയുടെ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്ന കാര്യം, പ്രൈവസി ഡാഷ്ബോർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ഡാഷ്ബോർഡിൻ്റെ ഇതൊക്കെയാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈവസി എത്രത്തോളം യൂസ് ചെയ്യപ്പെട്ടു, പാസ്റ്റ് 24 hours അകത്ത് ഏതൊക്കെ രീതിയിലാണ് യൂസ് ചെയ്യപ്പെട്ടതെന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ലൊക്കേഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും മൈക്രോഫോൺ ആണെങ്കിലും. ഈ ലൊക്കേഷൻ ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെയാണ് ലൊക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഈവൻ 5:52 അല്ലേ, ഈ പറയുന്ന 2 മിനിറ്റ് മുമ്പ് വരെ നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഇതിനെ ബാധിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോഫോൺ എടുത്തുവാണെങ്കിൽ ഈവൻ 5:52 വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറയാം പ്രൈവസി ഒരുപാട് ഇമ്പോർട്ടൻ്റ് എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എനിക്കിത് ഒരുപാട് എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ നന്നായി തന്നെയാണ് ഗൂഗിൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഒരു പുതിയൊരു മെറ്റീരിയൽ UI ഡിസൈൻ ഞാൻ എടുത്തു പറഞ്ഞു. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യും. ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഓടിച്ചു പോകുമ്പോൾ കുറച്ചുകൂടി സ്പീഡായിപ്പോൾ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. നമുക്കിതിൻ്റെ ഓരോ കാര്യങ്ങളോട് നമ്മൾ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ ഫീൽ ചെയ്യുകയാണ്. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട 2 ചെറിയൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമുക്ക് ബാക്ക് സ്പേസിലോട്ട് നമ്മൾ പോകുമ്പോൾ, അതായത് നമ്മൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഐറ്റംസ് ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ക്യാമറ ആണെങ്കിലും ഇനി ഗൂഗിൾ ക്രോം ആണെങ്കിലും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, അതിൽ എന്തെങ്കിലും റീഡ് ചെയ്യാവുന്ന സമയത്തൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് സെലക്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ തന്നെ നമുക്ക് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് സ്ക്രീൻഷോട്ടാണ്. ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നു. ഇനി അതിന് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ടാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെ കൊടുത്ത് നമുക്ക് എല്ലാ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസ് ഇവിടെ തന്നെയുണ്ട്. സോ എനിക്കത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. കാരണം നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്ക്രീൻഷോട്ട് സെലക്ട് വീഴുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴി എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പുതുതായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഗൂഗിൾ നമ്മുടെ ആൻഡ്രോയിഡ് 12 അകത്ത് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ക്യാമറയോട്ട് വരികയാണെങ്കിൽ നോർമൽ ക്യാമറ തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ക്യാമറയുടെ അകത്തുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വരുന്ന കാര്യങ്ങൾ. സോ ഇതൊക്കെയാണ് ആൻഡ്രോയിഡ് 12 അകത്ത് വരുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ നമ്മൾ ഒരു റിവ്യൂ ചെയ്യുമ്പോഴേ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ ആദ്യത്തെ റിവ്യൂ ആണ് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക, ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന സംഭവം തന്നെയാണ് ആൻഡ്രോയിഡ് 12 ഈ രീതിയിലുള്ള മെറ്റീരിയൽ വ്യൂ ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി മറ്റെല്ലാ മൊബൈൽ ഫോൺസിലേക്കും ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതാണ്. സോ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ദിസ് ഇസ് ഷാഹിൻ സൈനിങ് off from Unboxing Machan. See you soon in the next video. Bye.